ഗ്യാസിൻ്റെ പ്രശ്നമാണ് ഒരുപാട് കാലമായിട്ട്. ഒരുപാട് കാലം മരുന്ന് കുടിക്കുന്നുണ്ട്. പക്ഷേ ഇത് കംപ്ലീറ്റ് മാറി കിട്ടുന്നില്ല. പല ട്രീറ്റ്മെൻറ്റ് എടുത്ത് പല തരത്തിലുള്ള ടെസ്റ്റുകൾ എൻഡോസ്കോപ്പി അടക്കം ചെയ്ത് അതേപോലെ തന്നെ എച്ച് പൈലോർക്കും ടെസ്റ്റൊക്കെ ചെയ്ത് പക്ഷേ എല്ലാം നോർമലാണ്. ഇത് മിക്ക ആളുകളും ഇന്ന് നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. ഇത് എന്താണെന്ന് അറിയില്ല. എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. ആക്ച്വലി ഇങ്ങനെയുള്ള എന്താണ് നമുക്കറിയാൻ പറ്റുന്നില്ല. അതേസമയം ഇത് എങ്ങനെ മാറ്റും നമുക്കൊരു ഐഡിയയും കിട്ടിയില്ല. അത് ഇവിടുന്ന് ആദ്യം എന്താണെന്ന് അറിയണമല്ലോ. ഇതിന് പറയുന്നൊരു പേരാണ് ഫങ്ഷണൽ ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത്. അത് വേറെ ഒന്നുമല്ല, അവിടെ സ്ട്രക്ചറിൽ എന്താണ് ഒക്കെ ഓക്കെയാണ്, പക്ഷേ ഫങ്ഷൻ അവിടെ പ്രോപ്പറായിട്ട് നടക്കാത്ത ഒരു കണ്ടീഷൻ വരാമെന്നുള്ളത്. എൻ്റെ പേര് ഡോക്ടർ സിറാജ്, മെഡിക്കൽ ഓഫീസർ, QNB ഹെൽത്ത് കെയർ, കൊടുവള്ളി. ഈ ഫങ്ഷണൽ ഗ്യാസ്ട്രൈറ്റിസ് പലരും ഇത് ചിലപ്പോൾ പുതിയതായിട്ട് കേൾക്കുന്നതായിരിക്കാം, ചിലർ മുമ്പ് കേട്ടിട്ടുണ്ടായിരിക്കാം. ഇതുകൊണ്ട് അർത്ഥമാക്കേണ്ടത് എന്താ ചോദിക്കുകയാണെങ്കിൽ വേറെ ഒന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാം സ്ട്രക്ചറിൽ നമ്മളവിടെ പേഷ്യൻസ് പറയുന്ന പോലെ നമ്മൾ ക്യാമറ ഒക്കെ ഇറക്കി പരിശോധിച്ചെന്ന് പറയും. അപ്പോൾ അങ്ങനെ ക്യാമറ ഒക്കെ വെച്ച് നോക്കി നിൽക്കുന്ന സമയത്ത് അവിടെ അൾസറായിട്ടോ അല്ലെങ്കിൽ മുറിവുകളായിട്ടോ വല്ല വീക്കങ്ങൾ, നീർക്കെട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാതും ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല. ബ്ലഡ് ടെസ്റ്റുകൾ, എച്ച് പൈലോറി പോലെയുള്ള മറ്റ് ടെസ്റ്റുകളൊക്കെ ഓക്കെയാണ്. പക്ഷേ പേഷ്യൻ്റ് രോഗിക്കുന്നുണ്ട് നെഞ്ചരിച്ചിലും അതേപോലെ ഛർദ്ദിക്കാൻ വരലും വയറ് വീർക്കണം, പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഗ്യാസിന് സംബന്ധമായിട്ട് ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷന് പറയുന്ന ഒരു അവസ്ഥക്ക് പറയുന്ന പേരാണ് ആക്ച്വലി സിമ്പിളായിട്ട് ഫങ്ഷണൽ ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഫങ്ഷണൽ ഗ്യാസ്ട്രൈറ്റിസ് പറയുന്നതിൻ്റെ അർത്ഥം? വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ക്ലിനിക്ക് നമ്മൾ സങ്കല്പിക്കുക. ആ ക്ലിനിക്കിൽ ഡോക്ടേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റാഫുകളുണ്ട്, മെഡിസിനൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ പ്രോപ്പറായിട്ട് ക്ലിനിക്ക് വർക്ക് ചെയ്യുന്നില്ല. മനസ്സിലായില്ല? അവിടെ ഫങ്ഷനിങ് എന്ത് ചെയ്യുന്നില്ല, പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ സ്ട്രക്ചറൊക്കെ ഓക്കെയാണ്, എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട്, പക്ഷേ അവിടെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കുന്നില്ല. അപ്പോൾ എന്നതുപോലെ തന്നെ നമ്മുടെ ഗട്ടിൻ്റെ ഭാഗത്ത്, എസ്പെഷ്യലി നമ്മുടെ ഇൻറ്റസ്റ്റൈനും അതേപോലെ നമ്മുടെ സ്റ്റൊമക്കിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ സ്ട്രക്ചറിൽ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാതും ഓക്കെയാണ്, എല്ലാ ടെസ്റ്റുകളും എല്ലാ റിപ്പോർട്ടുകളും ഓക്കെയാണ്, പക്ഷേ അവിടുത്തെ ഫങ്ഷന് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫങ്ഷണൽ ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത്. ഇത് വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. മൾട്ടി റീസൺസുകൾ എന്തുണ്ട് ഇതിലേക്ക് നയിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഒന്ന് എടുത്ത് പറയുകയാണെങ്കിൽ ചില ആളുകൾക്ക് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടാകും. അതായത് നമ്മുടെ ചെറിയ രൂപം അല്ലെങ്കിൽ നോർമൽ ആയിരിക്കും ചിലപ്പോൾ ആസിഡ് സെക്രീഷനൊക്കെ ഉണ്ടാകുക, പക്ഷേ അവിടെ എന്ത് ചെയ്യും, അവിടുത്തെ നെർവ് സ്റ്റിമുലേഷൻ എന്ത് ചെയ്യും, ഭയങ്കര ഹൈപ്പറായിട്ട് ആംപ്ലിഫൈ ചെയ്ത രൂപത്തിൽ എന്ത് ചെയ്യും, അത് നമ്മുടെ ബോഡിക്ക് ഫീൽ ചെയ്യുന്നതാണ്. അത് ചില ആളുകളുണ്ടാകും, നമ്മൾ ജസ്റ്റ് ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പിഞ്ച് ചെയ്താൽ തന്നെ ഭയങ്കര കരച്ചിലും ഭയങ്കര റെസ്പോണ്ട് ചെയ്യുന്ന ആളുകൾ. ചില ആളുകളോ എത്ര നുള്ളിയാലും പ്രശ്നം ഉണ്ടായിരിക്കില്ല, പിഞ്ച് ചെയ്താൽ പ്രശ്നം ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇത് രണ്ട് തരത്തിലുള്ള റെസ്പോൺസുകളാണ്. ഒന്ന് ജസ്റ്റ് തൊടുമ്പത്തിന് ഭയങ്കര ഹൈപ്പറായിട്ട് പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ എന്നതുപോലെ തന്നെ നമ്മുടെ ഗട്ടിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട്. നമ്മുടെ അവിടെ ഉണ്ടാകുന്ന ഞരമ്പുകൾക്ക് ചെറിയ രൂപത്തിൽ അല്ലെങ്കിൽ അവിടെ നാഡികൾക്ക് എന്ത് ചെയ്യുന്നത്, ഹൈപ്പർ സെൻസിറ്റിവിറ്റി വന്നു കഴിഞ്ഞാൽ നോർമലി ഉള്ള ഒരു ആസിഡ് തന്നെ ഇത് ഭയങ്കര അസിഡിറ്റി ഉള്ള ഫീൽ ചെയ്യുകയും നമുക്ക് നല്ല എരിച്ചിലും പൊക്കിച്ചിലൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി അതേപോലെ തന്നെയാണ് ചില ആളുകൾക്ക് ഈ മ്യൂക്കസൽ ബാരിയറിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരിക. നമുക്കറിയാം നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരുപാട് മ്യൂക്കസ് ലെയറുകളുണ്ട്, നമ്മുടെ ഇൻഡസ്ട്രി കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുള്ളത്. കാരണം നമ്മുടെ മസിലുകളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇപ്പോൾ മ്യൂക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മ്യൂക്കസിൻ്റെ എമൗണ്ടിൽ കുറയുക, അതിൻ്റെ ബാരിയർ ഫങ്ഷൻ ഡാമേജ് ആയിട്ട് വരിക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഈ ബുദ്ധിമുട്ട് നല്ലോണം വരും എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഈ ചിലപ്പോൾ നമ്മുടെ നാഡികൾ ഉണ്ടാവും. അപ്പോൾ ഈ നാഡികളാണ് നമ്മുടെ ഈ സ്റ്റൊമക്കിൻ്റെതും അതുപോലെ ഇൻറ്റസ്റ്റൈനൊക്കെ മൂവ്മെൻറ്റിനെ, മസ്കുലാർ മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ചില ആളുകളിൽ എന്ത് ചെയ്യും, ഈ മൂവ്മെൻറ്റ് കുറയും അല്ലെങ്കിൽ നാഡികൾ വീക്കായി പോകും. പ്രത്യേകിച്ച് ഷുഗറുള്ള ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഒരുപാട് ഒരു പൊതുവേ പറയുന്ന സംഗതിയാണ് ഡോക്ടറെ ഗ്യാസ് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഷുഗറുള്ള ആളുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാക്കും, കാലുകളൊക്കെ നല്ല തരിപ്പുണ്ടാവും എന്നുള്ളത് അല്ലേ, കാഴ്ചക്ക് പ്രശ്നം വരും, അങ്ങനെ പലതരത്തിൽ പ്രശ്നങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഈ നാഡികളിലേക്ക് എന്ത് ചെയ്യും, മരവിപ്പൊക്കെ ഷുഗർ രോഗികൾ പിടികൂടുന്നതാണ്. അപ്പോൾ ആ ഒരു മരവിപ്പ് എവിടെയും പിടികൂടും, ഈ പറഞ്ഞ നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ ഉണ്ടാകുന്ന ഗട്ടിലുണ്ടാക്കുന്ന നാഡികളെ മരവിപ്പ് പിടികൂടും. അപ്പോൾ ശരിയായ രീതിയിൽ എന്ത് ചെയ്യില്ല, ഭക്ഷണ പദാർത്ഥങ്ങൾ ഈ മസിലിൻ്റെ വർക്കിലൂടെ ഈ ഇൻറ്റസ്റ്റൈനിലൂടെ പാസ് ചെയ്ത് പോലെ കുറേ നേരം ഇങ്ങനെ സ്റ്റൊമക്കിലും ഇൻറ്റസ്റ്റൈനിലും നിൽക്കുന്ന അവസ്ഥ വരും, സ്റ്റേ ചെയ്ത് നിൽക്കുന്ന അവസ്ഥ വരും ഒരുപാട് സമയം. അതിന് പറയുന്നൊരു പേരാണ് ഗ്യാസ്ട്രോപാരസിസ് എന്ന് പറയും. ചില ആളുകൾക്ക് അതേപോലെ തന്നെ നല്ല ഈ പാം ഓയിലൊക്കെ ഉണ്ടാക്കി പൊരിച്ച അല്ലെങ്കിൽ കൂടുതൽ ഫുഡുകൾ കഴിച്ചാൽ എന്ത് ചെയ്യും, അതും ഈ ഇതിനൊരു എഫക്റ്റ് ഉണ്ടാക്കും. ഗ്യാസ്ട്രോപാരസിസ് എന്ന് പറയും. ഒരു പാരലൈസ്ഡ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് പോലെയൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ ഉണ്ടാകും. അപ്പോൾ ശരിയായ രീതിയിൽ എന്ത് ചെയ്യില്ല,
ചെയ്യില്ല, നമ്മുടെ ഇൻറ്റസ്റ്റൈനിലൂടെ കുടലിലൂടെ ഭക്ഷണ പദാർത്ഥങ്ങൾ പാസ് ചെയ്ത് പോവില്ല, കുറേ നേരം നിൽക്കുന്ന അവസ്ഥ വരും. അപ്പോൾ അവിടെ ചീഞ്ഞിട്ട് ബാഡ് സ്മെല്ലൊക്കെ വരുന്ന എന്ത് ചെയ്യും, പലതരത്തിലുള്ള വാതകങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ കീഴ്വായൊക്കെ നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരിക്കും, വയറ് വീർക്കുന്ന ഒരു എഫക്റ്റൊക്കെ ഉണ്ടായിരിക്കും, വിശപ്പ് കുറയും. ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങളിൽ എന്ത് ചെയ്യും അവരിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഒരു കാരണം. അതേപോലെ തന്നെയാണ് സ്ട്രെസ്സ് ഭയങ്കര ഒരു ഫാക്ടറാണ്. മാനസികമായിട്ട് ഭയങ്കര ഡിപ്രഷനും ഭയങ്കര ടെൻഷനും ആങ്സൈറ്റി ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യും ഈ പറഞ്ഞ അസിഡിറ്റിയുടെ പ്രശ്നം നല്ല രീതിയിൽ കാണും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹിസ്റ്ററി എടുത്തുന്ന ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് കാലമായിട്ട് ഇത് മാറുന്നില്ല, എല്ലാ ടെസ്റ്റും ഓക്കെയാണ്, ഇവരുടെ ഹിസ്റ്ററി എടുത്താൽ തന്നെ അവരുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ തന്നെ എന്ത് ചെയ്യും ഈ പറഞ്ഞ സംഗതികളുണ്ടായിരിക്കും. ഒന്നുകിൽ ലേറ്റായിട്ട് ഉറങ്ങുന്ന ആളുകളായിരിക്കും, വളരെ വൈകിട്ട്, അതേപോലെ കൂടുതൽ കോഫി ഇങ്ങനെയുള്ള ചില ട്രിഗറിങ് ഉണ്ടാക്കുന്ന ഫുഡുകളുണ്ട്, ഈ ഫുഡുകൾ കൂടുതൽ കഴിക്കുന്ന ശീലമുള്ള ആളുകളായിരിക്കും. അതേപോലെ തന്നെ പുകവലി കൂടുതലുള്ള ആളുകളൊക്കെ ആയിരിക്കും. ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സ് എന്ത് ചെയ്യും, മൾട്ടി ഫാക്ടേഴ്സ് പലപ്പോഴും പല ആളുകളിലും കണ്ടുവരാറുണ്ടെന്നുള്ള ആ ഫാക്ടേഴ്സ്, ആ റീസൺസ് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാലോ ഈ പ്രശ്നം മാറുകയും ചെയ്യും. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഭക്ഷണത്തിനെടുത്ത് കേസ് എടുത്ത് നോക്കാം. ചില ആളുകൾക്ക് ഈത്തപ്പഴം പറ്റില്ല, ഈത്തപ്പഴം കഴിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാറുണ്ട്, മിക്ക ആളുകൾ ഞാൻ പറഞ്ഞതുപോലെ കാറ്റഗറി പെട്ട ആളുകൾക്ക് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ നല്ല രീതിയിൽ വരും. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ പെട്ട നേന്ത്രപ്പഴം, വലിയ പഴം ഉണ്ടല്ലോ, അത് കൂടുതൽ കഴിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, വയറിനൊരു കനം പോലെ അനുഭവപ്പെടുക, അതുപോലെ ചിലപ്പോൾ ശോധന ശരിക്കും കിട്ടിയില്ല, വയറിൻ്റെ ഒരു വീക്കൊക്കെ വരുന്ന അവസ്ഥ. അതുപോലെ പാവയ്ക്ക, ഇതൊക്കെ നല്ല സംഗതികൾ, അതൊന്നും മോശമുള്ളതല്ല. പക്ഷേ ചിലരിൽ എന്ത് ചെയ്യും ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ കണ്ടുവരാറുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് പാവയ്ക്കയും ഈ പറഞ്ഞ പോലെ ട്രിഗറിങ്ങിൻ്റെ പ്രശ്നമുണ്ട്. അതേപോലെ മുരിങ്ങ നല്ലതാണ്, പലപ്പോഴും ശോധനയ്ക്കും ഇതിനൊക്കെ പല ആളുകളും കഴിക്കുന്നതാണ്, അത് മോശമല്ല. പക്ഷേ ചില ആളുകളിൽ പലപ്പോഴും ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് മനസ്സിലാക്കുന്നതാണ് എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു ഫങ്ഷണൽ ഗ്യാസ്ട്രൈറ്റിസിൻ്റെ ട്രിഗറിങ് ഉണ്ടാക്കാൻ ഈ പറഞ്ഞതിന് റീസൺ ആക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഫുഡുകൾ എന്ത് ചെയ്യണം നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെയാണ് ഈ ബേക്കറി ഐറ്റംസുകൾ, എണ്ണയിലിട്ട് പൊരിച്ച, എസ്പെഷ്യലി പാം ഓയിലാണ് പറയേ വേണ്ട, ഇത് നല്ല രീതിയിൽ നമ്മുടെ ഇൻറ്റസ്റ്റൈനും നമ്മുടെ ഗട്ട് ലൈനിങ്ങിന്, ഗട്ടിൻ്റെ ഫങ്ഷൻ എന്ത് ചെയ്യും, ഇത് ഡാമേജ്ഡ് ആക്കി കളയും. അപ്പോൾ അതുമൂലം നമുക്ക് എന്ത് ചെയ്യും പലതരത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആക്ച്വലി നമുക്ക് വയറ് വീർക്കുന്നതും അതുപോലെ ഛർദ്ദിക്കാൻ വരുന്നതും ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാകാറുള്ളത്. പിന്നെ അതേപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നല്ല ഡിപ്രഷൻ, മൈൻഡ് നല്ല ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് നല്ലോണം ബാധിക്കും. കാരണം നമുക്ക് ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറയുന്ന ഒരു 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 കണക്ഷൻ ഉണ്ട്, നമ്മുടെ തലച്ചോറും അതുപോലെ നമ്മുടെ കുടലും നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റവുമായിട്ട് ഭയങ്കര കണക്റ്റഡാണ്. അപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇംപ്രോപ്പറാണ്, അവിടെ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ചിന്തകൾ വരിക, ബ്രെയിൻ ഫോഗുകൾ വരിക, പെട്ടെന്ന് ദേഷ്യം വരിക, ഡിപ്രഷൻ ആവുക, ഇങ്ങനെ പലതരത്തിൽ പ്രശ്നങ്ങളുണ്ടാവും. അതേപോലെ ഉറക്കം പ്രോപ്പറായിട്ട് കിട്ടിയില്ല, അങ്ങനെ പലതരത്തിൽ ബുദ്ധിമുട്ടുണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ അൺവാണ്ടഡ് നല്ല സ്ട്രെസ് എടുക്കുന്ന ആളുകൾ, ഭയങ്കര എപ്പോഴും റിലാക്സ്ഡ് അല്ലാണ്ട്, റിലാക്സേഷനൊന്നും സമയമില്ല, എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഭയങ്കരമായിട്ട് തോട്ടുള്ള ആളുകൾക്ക് അസിഡിക് സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ നല്ല രീതിയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ത് ചെയ്യണം, നമ്മൾ നല്ല രീതിയിൽ പ്രോപ്പറാക്കി കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫുഡ് പറഞ്ഞ്, അതേപോലെ തന്നെ സ്ലീപ്പ് പറഞ്ഞ്, അതേപോലെ ഹൈപ്പർ സെൻസിറ്റിയുടെ കാര്യം പറഞ്ഞു. ഇനി അതേപോലെ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ ഒരുപാട് നല്ല ബാക്ടീരിയകളുണ്ട്. ഈ ഇൻറ്റസ്റ്റൈനിൽ ഉണ്ടാകുന്ന ബാക്ടീരിയകളാണ് ആക്ച്വലി നമുക്ക് ഈ ഭക്ഷണം നല്ല രീതിയിൽ ദഹിപ്പിക്കാനും അത് വിഘടിച്ച് നമുക്ക് വേണ്ടത് ലഭിക്കാനും അതേപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പ്രോപ്പറായിട്ട് നിലനിർത്താനും സഹായിക്കുന്ന ഒരു സംഗതിയാണ് ഈ ഇൻറ്റസ്റ്റൈനിൽ ഉണ്ടാകുന്ന ബാക്ടീരിയകൾ, ഗുഡ് ബാക്ടീരിയകൾ എന്ന് പറയുന്നത്. ഈ ബാക്ടീരിയകൾ എന്ത് ചില ആളുകളിൽ കുറഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇമ്മ്യൂണിറ്റി കുറയും, നമ്മുടെ ഇമ്മ്യൂണിറ്റി വീക്കായി പോകും, അലർജിക് റിയാക്ഷൻസുകൾ പെട്ടെന്ന് വരും, അതേപോലെ തന്നെയാണ് വാദസംബന്ധമായ പ്രയാസങ്ങൾ വരും, സ്കിൻ ഡിസീസുകൾ നല്ലോണം വരും, താരൻ്റെ പ്രശ്നങ്ങൾ വരും. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള അസുഖങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ഈ ഗട്ട് റിലേറ്റഡ് ആയിട്ട് വരാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഇൻഡസ്ട്രിയിൽ ഒരുപാട് ബാക്ടീരിയ ഉണ്ട്, നല്ല ബാക്ടീരിയ ഉണ്ട്, ചീത്ത ബാക്ടീരിയ ഉണ്ട്. അപ്പോൾ അതൊരു കൃത്യമായ റേഷ്യോയിൽ എന്ത് ചെയ്യണം, അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ആ റേഷ്യോ ഇംബാലൻസ്ഡ് ആയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ അത് എന്ത് ചെയ്യണം, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അപ്പോൾ സിമ്പിളായിട്ട് പറയുമ്പോൾ ഒരാൾ നല്ല എപ്പോഴും ആൻറ്റിബയോട്ടിക് അൺവാണ്ടഡ് ആയിട്ട് എപ്പോഴും ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന ശീലമുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ഈ ആൻറ്റിബയോട്ടിക്കിൻ്റെ എഫക്റ്റ് കാരണമായിട്ട് ഒരുപാട് നല്ല ബാക്ടീരിയകളും കൂടെ എന്ത് ചെയ്യും, അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതുമൂലം പല ആളുകൾക്ക് എന്ത് ചെയ്യും, അസിഡിറ്റിൻ്റെ പ്രശ്നം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം നിങ്ങൾ മെഡിസിനൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തുള്ള സാധ്യത ഉണ്ട്, ഈ പറഞ്ഞതുപോലെ നല്ല ബാക്ടീരിയ നഷ്ടപ്പെട്ടു പോകാനും അസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ, വയറ് വീർക്കുന്ന പ്രശ്നങ്ങൾ, ദഹനക്കേടിൻ്റെ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ വരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ എപ്പോഴും നിങ്ങൾ അസിഡിറ്റിക്ക് മെഡിസിൻ എടുക്കരുത്, ആൻറ്റാസിഡ് എടുക്കരുത് എന്നുള്ളത്. കാരണം ചില ആളുകൾക്ക് എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി കാരണമായി, അതായത് നമ്മുടെ സ്റ്റൊമക്കിൽ നോർമലി എന്ത് ചെയ്യുന്നുള്ളൂ,
പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ആ ഒരു ഭാഗത്തുണ്ടാകുന്ന ചില സ്റ്റിമുലേഷൻസുകൾ ഭയങ്കര ഹൈപ്പറായിട്ട് ഫീൽ ചെയ്യുന്നു, കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ബോഡിക്ക്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യും, പറഞ്ഞ പോലെ നെഞ്ചരിച്ചിലും ഛർദ്ദിക്കാൻ വരലും ഓക്കാനൊക്കെ ഫീൽ ചെയ്യും, അത് ഓക്കെയാണ്. പക്ഷേ അവിടെ എന്താണ്, ആസിഡിൻ്റെ ലെവൽ കറക്റ്റാണ്, നോർമലല്ല, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ ഈ സിംറ്റം നോക്കിയിട്ട് മാത്രം നമ്മൾ മെഡിസിൻ കഴിച്ചാൽ എന്താ സംഭവിക്കുക, ആ നോർമലായിട്ടുണ്ടാക്കുന്ന ആസിഡ് ലെവൽ വീണ്ടും കുറയും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയുന്ന കണ്ടീഷൻ പുതുതായിട്ട് അവിടെ ജനിക്കുകയാണ്. നമ്മൾ മെഡിസിൻ അൺവാണ്ടഡ് ആയിട്ട് അൺറീസണബിൾ ആയിട്ട് കഴിക്കുകയും അതുമൂലം അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, അസിഡിറ്റിൻ്റെ എമൗണ്ട് അവിടെ കുറയും, വാല്യൂ കുറയും. അപ്പോൾ എന്താ സംഭവിക്കുക, ഭക്ഷണം ശരിക്കും ദഹിക്കില്ല. ഭക്ഷണം ദഹിക്കാതിരുന്നാൽ എന്താ സംഭവിക്കും, വയറ് വീർക്കും. ദഹനം ശരിക്കും നടന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പല ന്യൂട്രീഷൻസ് കിട്ടിയില്ല. അതുപോലെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ കൂടും, കീഴ്വായൻ്റെ പ്രശ്നങ്ങൾ കൂടും. അതുപോലെ തന്നെയാണ് ഈ ഒരു ബ്ലോട്ടിങ്, അത് പലരും പറയുന്നത്, അത് നല്ല രീതിയിൽ കൂടും. അപ്പോൾ ഇങ്ങനെയുള്ള പല അസ്വസ്ഥതകളും ഈ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ബാധിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും എന്ത് ചെയ്യരുത്, അൺവാണ്ടഡ് ആയിട്ട് അൺറീസണബിൾ ആയിട്ട് ഒരു ഫിസിഷ്യൻ്റെ സഹായം ഇല്ലാതെ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ പറഞ്ഞ മെഡിസിൻസ് സ്ഥിരമായിട്ട് എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഓരോ കണ്ടീഷനുകളുണ്ട്. ഈ കണ്ടീഷനുകൾ പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊരു പേഴ്സണലൈസ്ഡ് ട്രീറ്റ്മെൻറ്റോടെ വളരെ അത്യാവശ്യമാണ്. ഓരോരുത്തർക്കും ഓരോ തരത്തിൽ, ചില ആളുകൾക്ക് ടെൻഷനായിരിക്കാം ട്രിഗർ ചെയ്യുന്നത്, ചില ആളുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഹൈപ്പർ സെൻസിറ്റിവിറ്റി കാരണമായിട്ട് ഉണ്ടായിരിക്കാം, ചില ആളുകൾക്ക് കുറവ് കാരണമായിരിക്കാം, ചില ആളുകൾക്ക് പ്രോപ്പറായിട്ട് ഡയറ്റ് എടുക്കാത്ത കാരണമായിരിക്കാം, ചില ആളുകൾക്ക് ഭക്ഷണത്തിൽ തന്നെ ചില ഭക്ഷണങ്ങൾ ട്രിഗറിങ് കാരണമായിട്ട്. ഇപ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, എനിക്ക് ചെമ്മീൻ കഴിക്കാൻ പറ്റില്ല, ചൊറിച്ചിൽ വരുന്നുള്ളൂ. കാരണം എന്താണ്, ആ ചെമ്മീൻ്റെ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ ഒരു ട്രിഗറിങ് എന്ത് ചെയ്യുന്നുണ്ട്, ബോഡിയിൽ ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ഹൈപ്പർ റിയാക്ഷൻ വരുന്നുണ്ട്. എന്നതുപോലെ തന്നെയാണ് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാകുന്നത് ഈ കേസിൽ. അതായത് ചില ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് എരിച്ചിലും പുകച്ചിലും ട്രിഗറിങ് ആയിട്ട് നല്ല രീതിയിൽ ഉണ്ടാകുന്ന ഒരവസ്ഥ. അപ്പോൾ ചില ഫുഡുകൾ പറ്റില്ല. അപ്പോൾ ഇത് ആക്ച്വലി ഗ്യാസ് എന്ന് പറയുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പേഴ്സണലൈസ് ചെയ്തിട്ട് നമ്മൾ നോക്കേണ്ട സംഗതിയാണ്. എല്ലാവർക്കും ആൻറ്റാസിഡ് ഗ്യാസിന് ഗുളിക കൊടുക്കാതെ ഓരോ രോഗികൾക്കും എന്ത് പ്രശ്നമാണ് അവരിൽ ഉണ്ടാകുന്നത് അത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അത് ഈ പറഞ്ഞതുപോലെ എന്താണ് നമ്മൾ ഡീപ്പായിട്ട് ഹിസ്റ്ററി എടുത്തിട്ട് രോഗിയോട് പോയി സംസാരിച്ചിട്ട് ആ എൻവയോൺമെൻറ്റ് നോക്കിയിട്ട് എന്താണ് റീസൺ നോക്കിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുരിങ്ങയും ഈത്തപ്പഴവും ബേക്കറി ഐറ്റംസുകളും ഓയിൽ ഫുഡുകളും ഇതൊക്കെ ഓരോ തരത്തിലുണ്ടാകുന്നത് ഇതെല്ലാവർക്കും പ്രശ്നം ഉണ്ടാകുന്നല്ല. ചില ആളുകൾക്ക് ചിലതെന്ത് ചെയ്യും, ശരീരത്തിന് പറ്റാത്തതിന് അല്ലെങ്കിൽ ബോഡി ഹൈപ്പറായിട്ട് ട്രിഗർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കൽ വളരെ അത്യാവശ്യമാണെന്നുള്ള. ഇനി നോർമലി ഒരാൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ഇനി ഡോക്ടർ ഞാൻ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുന്നതാണ്. നിങ്ങളൊന്ന് ചെയ്യാനുള്ളത്, നിങ്ങൾ സമയത്തിന് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. സമയത്തിന് ഫുഡ് കഴിക്കുക, അതുപോലെ ആവശ്യത്തിന് മാത്രം കഴിക്കുക, വിശപ്പ് മാറാൻ മാത്രം ഭക്ഷണം കഴിക്കുക, വയറ് നിറച്ച് കഴിക്കുന്ന അവസ്ഥ ഒരിക്കലും വരരുത്. അത് ഈവൻ വെള്ളം കുടിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ. ഇപ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, ഡോക്ടറെ പേഷ്യൻസിനോട് ഞാൻ പറയും, നിങ്ങൾ നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് നേരത്തെ കിടക്കണം. പിന്നെ എന്ത് ചെയ്യുക, നിങ്ങളൊരു 10 മണിക്കാണ് കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 8 മണിക്ക് ഭക്ഷണം കഴിച്ച് എന്ത് ചെയ്യുക, കഴിക്കണം. പിന്നെ 10 മണിക്ക് കിടക്കുക, കുറച്ചൊന്ന് ദഹനമൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ശേഷം കിടക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത്. പക്ഷേ പലപ്പോഴും പല ആളുകൾക്ക് എന്താ പറ്റിപ്പോകുന്ന അറിയാം, ഈ കിടക്കാൻ നിൽക്കുന്ന നേരത്ത് ഒരു ജഗ് വെള്ളമൊക്കെ ഒന്നാകണ്ട് കുടിക്കും. അപ്പോൾ അതെന്താണ് ആക്ച്വലി ഒരു പ്രശ്നമാണ് വയറ്റിന്. അപ്പോൾ അതൊരിക്കലും ചെയ്യരുത്. അത് ഈവൻ ചിലപ്പം മെഡിസിൻ കഴിക്കുന്നതായിരിക്കാം. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പരമാവധി കിടക്കാൻ പോകുന്നതിന് ഒരു 1.5 മണിക്കൂർ മുമ്പ് അത് മെഡിസിൻ കഴിക്കാനും ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനൊക്കെ പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അമിതമായിട്ട് ഒരിക്കലും അറ്റ് ടൈം നമ്മൾ കഴിക്കരുത്. അത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഹെവി ഫുഡുകൾ പരമാവധി ഒഴിവാക്കുക. എസ്പെഷ്യലി മസാല കൂടിയ ഭക്ഷണങ്ങൾ, റെഡ് മീറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യണം, നല്ലോണം രീതിയിൽ കൺട്രോൾ ചെയ്യാൻ നോക്കുക. ഇത് കംപ്ലീറ്റ് ഒഴിവാക്കണം എന്നല്ല, ചില ആളുകൾക്ക് കംപ്ലീറ്റ് ഒഴിവാക്കണമെങ്കിൽ അത്രയും നല്ലതാണ്. തുടക്കക്കാരൊക്കെ ആണെങ്കിൽ കൺട്രോൾ ചെയ്താൽ മതി. അപ്പോൾ കരിച്ചത്, പൊരിച്ചത്, എണ്ണയിലിട്ട് വറുത്തത് ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അതുപോലെ വെജിറ്റബിൾസ് ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ ഈ കുക്കുംബർ നല്ല രീതിയിൽ കഴിക്കുക എന്നുള്ളത്. ജ്യൂസ് അടിക്കരുത്, ചവച്ചരച്ച് കഴിക്കണം. അത് നല്ല രീതിയിൽ കാം കിട്ടുന്ന, നല്ലൊരു ബോഡിക്ക് നല്ല കൂളിങ് കിട്ടുന്ന. അതേപോലെ തന്നെ ഞാൻ പൊതുവെ പറയുന്നതാണ് അനാറ് കഴിക്കുന്നത്. എസ്പെഷ്യലി ഇതിന് കൂടെ ചില ആളുകൾക്ക് IBSൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ഒന്നുകൂടെ നല്ലതാണ് അനാറ്. അതേപോലെ തണ്ണിമത്തന് പലർക്കും നല്ല രീതിയിൽ അത് ഒരു കാംനെസ് കിട്ടണം. അതുപോലെ നമ്മുടെ വഴുതന,
പിന്നെ മറ്റേതേപോലെ തന്നെ നമ്മുടെ ഈ ചൊരങ്ങ എന്ന് പറയല, ഇതൊക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, നമ്മുടെ എസ്പെഷ്യലി നോമ്പൊക്കെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുക, ഈ ഗ്യാസിന് പ്രശ്നമുള്ള ആളുകൾ ഈ ഭക്ഷണങ്ങളൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ കുടിക്കുന്ന വെള്ളം എപ്പോഴും എന്ത് ചെയ്യുക, നിങ്ങൾ മല്ലി തിളപ്പിച്ച വെള്ളം കുടിക്കുക. നമ്മൾ ജീരകവെള്ളമൊക്കെ ഉണ്ടാക്കില്ല, അന്ന് ആ ഒരു ലെവലിൽ തന്നെ എന്ത് ചെയ്യുക, മല്ലി ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം നമ്മൾ ആവശ്യത്തിന് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡൈജസ്റ്റീവിൻ്റെ ഒരു ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ കുറേയൊക്കെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മളെപ്പോഴും ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ കിടക്കാൻ നിൽക്കരുത്. കുറച്ച് ചെറിയ രൂപത്തിൽ വാക്കിംഗ് ഒക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡൈജസ്റ്റീവ് എൻസൈം പ്രോപ്പറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനും ഗ്യാസ്ട്രിക് മൂവ്മെൻറ്റ് പ്രോപ്പറായിട്ട് കിട്ടാനൊക്കെ എന്ത് ചെയ്യും, ഇൻറ്റസ്റ്റൈൻ്റെ മൂവ്മെൻറ്റൊക്കെ പ്രോപ്പറായി കിട്ടാൻ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ലൈറ്റ് മൂവ്മെൻറ്റുകൾ എന്ത് ചെയ്യണം, നമ്മൾ എക്സസൈസുകൾ ചെയ്യുകയാണെങ്കിൽ വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ് ഒരു പൊതുവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ പ്രോബയോട്ടിക് നല്ലോണം കഴിക്കാൻ ശ്രദ്ധിക്കുക. പ്രോബയോട്ടിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിന് ടാബ്ലറ്റുകൾ, ക്യാപ്സുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുക, തൈര് കഴിക്കാൻ പറ്റും. തൈര് ഒരു പുളി കുറഞ്ഞതാണ് ഏറ്റവും നല്ലത്. പുളി കുറഞ്ഞ അല്ലെങ്കിൽ യോഗട്ട് ടൈപ്പ് തൈരുകൾ എന്ത് ചെയ്യുക, നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഒരു ഉച്ചൻ്റെ നേരത്ത് ഒരു 100 ഗ്രാം ശീലമാക്കുക. അതിൽ നല്ല ബാക്ടീരിയകളുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ ഉണ്ടാകുന്ന ബാക്ടീരിയൽ ഫ്ലോറ പ്രോപ്പറാക്കി കൊണ്ടുവരാനും നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനൊക്കെ എന്ത് ചെയ്യും, തൈര് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ചില ആൾക്ക് നല്ല കഫക്കെട്ടിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഈ ഇതിൻ്റെ ബുദ്ധിമുട്ട് അലർജിൻ്റെ പ്രശ്നമുള്ള ആളുകൾക്കുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പക്ഷെ അവർ പരമാവധി എന്ത് ചെയ്യുക, പകൽ സമയത്തൊക്കെ എടുക്കുകയാണെങ്കിൽ കൺട്രോൾഡ് ആയിട്ടൊക്കെ തന്നെ നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടില്ലാതെ എന്ത് ചെയ്യും, മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ ചില ആളുകൾക്ക് പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്, അത് ശ്രദ്ധിക്കുകയും വേണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത് എന്തിനാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ ഓരോരുത്തരെയും ഓരോ തരത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ഓരോരുത്തർക്കും ഓരോ തരത്തിലാണിത് ബാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിനോട് പറയുന്നൊരു സംഗതിയാണ്, ഇത് മെഡിസിൻ എന്ന് പറഞ്ഞത് ഇത് വളരെ ചെറിയൊരു എമൗണ്ട് അല്ലെങ്കിൽ അതിന് പ്രസൻസ് ഉള്ളൂ. അതിൽ ആക്ച്വലി ഒരു 80-85% എന്താണ്, നമ്മുടെ ജീവിതശൈലി തന്നെയാണ്. ആ ജീവിതശൈലി മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് മാറിക്കിട്ടും. അപ്പോൾ എൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു, അവർ വിദേശത്തായിരുന്നു, പല ടെസ്റ്റുകളെല്ലാം ചെയ്ത് നോർമലാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അവസാനം ജോലിയൊക്കെ ഒഴിവാക്കേണ്ടി വരുമോ ഇല്ല എന്നൊക്കെ ഒന്ന് അറിയാനും കൂടെ വേണ്ടിയിട്ട് നാട്ടിൽ വന്നതാണ്. എൻ്റെ അടുത്ത് വന്നു, പിന്നെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. എന്നാലും പ്രശ്നങ്ങളൊന്നും യൂസ് ചെയ്യരുത്, എന്നാലും കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അവരത് കറക്റ്റ് ഒരു 3 ആഴ്ച, ഒരു മാസം മാക്സിമം എടുത്തപ്പോൾ തന്നെ എന്ത് ചെയ്തു, ഒരു 80-85% അവരുടെ പ്രശ്നങ്ങൾ മാറി. പിന്നീട് അവർക്ക് മനസ്സിലായി ഏതൊക്കെ ഫുഡ് ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഈ ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കറക്റ്റ് ഷെഡ്യൂളിലേക്ക് പോയതോട് കൂടിയിട്ട് എന്ത് ചെയ്തു, അവരുടെ പ്രശ്നങ്ങളൊക്കെ മാറുകയും ചെയ്തു. അപ്പോൾ അവർ വിദേശത്ത് വീണ്ടും തിരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊക്കെ പലതും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അത് ഓരോരുത്തരുടെ ബോഡിക്ക് അനുസരിച്ചിട്ട് ഉള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എന്ത് ചെയ്യണം, നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്കിനി എന്തെങ്കിലും സംശയങ്ങളുണ്ട്, കൂടുതൽ അറിയാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം. താങ്ക് യു.